സംസ്ഥാനത്തെ തെക്കൻ ജില്ലകളിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ചു. ആവേശകരമായ കലാശക്കൊട്ടോടെയാണ് പരസ്യ പ്രചാരണം അവസാനിച്ചത്. തിങ്കളാഴ്ച നിശബ്ദ പ്രചാരണമാണ്. ബുധനാഴ്ചയാണ് വോട്ടെടുപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചരണം കൊട്ടിക്കലാശത്തോടെ പൂർത്തിയായി. വിവിധ ജംഗ്ഷനുകളിലും വാർഡുകളിലെ പ്രധാന കേന്ദ്രങ്ങളിലും മുന്നണി സ്ഥാനാർത്ഥികൾ കൊട്ടിക്കലാശവുമായി എത്തി. ആവേശം നിറഞ്ഞതായിരുന്നു മിക്കയിടങ്ങളിലും നടന്ന കൊട്ടിക്കലാശം. താലൂക്ക് കേന്ദ്രങ്ങളിലും ആവേശകരമായ കൊട്ടിക്കലാശം നടന്നു. പഞ്ചായത്ത് വാർഡ് സ്ഥാനാർത്ഥികൾ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലാണ് കൊട്ടിക്കലാശം സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. പ്രചാരണ ഗാനങ്ങളും ഉച്ചഭാഷിണിയിലൂടെയുള്ള അറിയിപ്പും കവലയോഗങ്ങളുമായി കൊട്ടിക്കലാശ ദിനം പ്രവർത്തകർ സജീവമായിരുന്നു. ഇനിയുള്ള ഒരു ദിവസം സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമത്തിലായിരിക്കും. കൊല്ലം ജില്ലയിൽ 68 ഗ്രാമപഞ്ചായത്തിലേക്കും 11 ബ്ലോക്ക് പഞ്ചായത്തിലേക്കും 4 നഗരസഭകളിലേക്കും കൊല്ലം കോർപ്പറേഷനിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും ഉൾപ്പെടെ 85 തദ്ദേശ സ്ഥാപനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 1698 വാർഡുകളിലായി 5652 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. 3138 പേർ വനിതകളാണ്. 2514 പേരാണ് പുരുഷന്മാർ. ഗ്രാമപഞ്ചായത്തിലേക്ക് 1314, ബ്ലോക്ക് പഞ്ചായത്തിൽ 166, ജില്ലാ പഞ്ചായത്തിൽ 27, നഗരസഭകളിൽ 135, കോർപ്പറേഷനിൽ 56 വാർഡുകളാണുള്ളത്. പട്ടിക വിഭാഗത്തിന് 221 സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. പട്ടിക വിഭാഗത്തിന് ഗ്രാമപഞ്ചായത്തുകളിൽ 2 സീറ്റ് സംവരണം ചെയ്തു. കുളത്തൂപ്പുഴ, ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്തുകളിൽ തമിഴ് ഭാഷ സംസാരിക്കുന്ന ന്യൂനപക്ഷ വാർഡുകളുമുണ്ട്. ആകെ 22,54,848 വോട്ടർമാരാണ് കൊല്ലം ജില്ലയിലുള്ളത്. ഇതിൽ സ്ത്രീകളാണ് മുന്നിൽ. 12,10,905 സ്ത്രീകളാണ് ഉള്ളത്. 10,43,920 പുരുഷ വോട്ടർമാരും 23 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും കൊല്ലം ജില്ലയിലുണ്ട്. 48 പ്രവാസികളും വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഗ്രാമീണ മേഖലയിലുള്ളവർക്ക് ത്രിതല പഞ്ചായത്തിലേക്ക് 3 വോട്ടുകൾ വീതം ചെയ്യാം. നഗരസഭകളിലും കോർപ്പറേഷനിലും 1 വോട്ട് വീതമാണുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ നോട്ടയില്ല. പോളിംഗ് സാമഗ്രികളുടെ വിതരണം തിങ്കളാഴ്ച രാവിലെ നടക്കും. കൊല്ലം ജില്ലയിൽ 16 വിതരണ കേന്ദ്രങ്ങളാണുള്ളത്. വിതരണ കേന്ദ്രങ്ങൾ തന്നെയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളും. ന്യൂസ് ഡെസ്ക്.